ചിരി ബമ്പർ ചിരിയിലൂടെ നമുക്ക് കിട്ടിയ ഒരു കോമഡി താരമാണ് സുതിമോൾ എന്ന് വേണമെങ്കിൽ പറയാം. തന്റെ ഭർത്താവിനെ ഉൾപ്പെടെ ട്രോളിക്കൊണ്ടാണ് സുതിമോൾ നമ്മുടെ മുന്നിലേക്ക് എത്തിയത്. എന്നാൽ ഈ തമാശകൾക്കും പൊട്ടിച്ചിരികൾക്കും എല്ലാം അപ്പുറം ഒരു കണ്ണുനീർ കഥയുണ്ടായിരുന്നു സുതിമോൾക്ക്. അത് അറിഞ്ഞ പ്രേക്ഷകർക്കും അമ്പരപ്പും സങ്കടവും ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. സുതിമോൾ ജീവിക്കാൻ പാടുപെടുന്ന ഒരു അമ്മയും ഭാര്യയും ഒക്കെയാണ്. അനാഥാലയത്തിൽ നിന്നാണ് സുതിമോൾ ഭർത്താവിന്റെ അരികിലേക്ക് എത്തിയത്. അതൊരു പ്രണയ വിവാഹമായിരുന്നു. പിന്നീട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിലും തളരാതെ ഭർത്താവിനൊപ്പം നിന്നു. ഇതിനിടയ്ക്ക് മരിക്കാനും ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട് സുതിമോൾ. മക്കൾ വന്ന് നോക്കുമ്പോൾ കാണുന്നത് തൂങ്ങിയാടുന്ന അമ്മയായിരുന്നു. പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പിന്നീട് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലേക്ക് എത്തി. ഈ ബമ്പർ ചിരിയിലേക്ക് എത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് സുതിമോൾ തന്റെ പ്രാരാബ്ദങ്ങളും അവസ്ഥയും മനസ്സിലാക്കി, അല്ലെങ്കിൽ അത് താങ്ങാൻ പറ്റാതെ ആത്മഹത്യക്ക് ഒരുങ്ങിയത്. ഇന്ന് ഏറ്റവും നല്ല മികച്ച കോമഡി താരത്തിനുള്ള അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് സുതിമോൾ. അപ്പോ കാത്തിരിപ്പാണ് അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പൊന്നമ്മ ചേച്ചിയാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ എന്താണേലും ഞാൻ തന്നെ ആ പേരിനെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഒരു വീഡിയോ കോൾ ഒന്ന് കണ്ടാലോ? ഓക്കെ, അല്ല ചേച്ചി നമുക്ക് വീഡിയോ കോൾ ഒന്ന് കണ്ടു നോക്കാം. മാറ്റങ്ങളില്ലാത്ത സംസാരവും പെരുമാറ്റവും. യെസ്, കഴിഞ്ഞ വർഷത്തെ ടെലിവിഷനിലെ മികച്ച ഫീമെയിൽ പെർഫോമർ കൂടിയാണ്. യെസ്, സുതിമോളാണ്. ധ്യാനെ പറ്റി നല്ല കോട്ടയം സ്ലാങ് രണ്ട് വർത്താനം പറഞ്ഞേ, ഒന്ന് കേക്കട്ടെ. എന്തെങ്കിലും എനിത്തിങ് ടുഡേ എന്നെ പറ്റി ആരെ പറ്റി വേണം പറഞ്ഞോ? അങ്ങനെ ആരും ട്രോൾ അറിയത്തില്ല. എന്റെ കെട്ടിയവന് മാത്രം ഞാൻ അങ്ങനെ എടുത്തിട്ട് ട്രോളാറുണ്ട്. പുള്ളിയുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നും എന്താണ്? പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര മങ്ങുത്തരാ. പുള്ളിയുടെ വിചാരം പുള്ളിയാണ് വലിയ സംഭവമാണെന്ന്, പക്ഷെ കാണിക്കുന്ന പട്ടം. അതാണ് ഞാൻ ബമ്പർസിറ്റി വന്ന് ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പുള്ളി ചെയ്യുന്നതിൽ ചേച്ചിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം എന്താ? ഇതാ ഞാൻ പറഞ്ഞത്. ഒന്നും അറിയില്ല, പക്ഷെ എന്തൊക്കെയോ അറിയാവുന്നൊരു ഭാവം. ഒരു ഭാവം. അത് പുള്ളിക്ക് മാത്രമല്ല, ചില കെട്ടിയന്മാർക്കൊക്കെ ഉണ്ട്. തീർന്നു കൊടുക്കുന്നതാണ് ഞാൻ ബമ്പർസിറ്റി വന്ന് ഇടക്കിടയ്ക്ക്. അങ്ങനെ അലക്കുന്നതാണ് കേട്ടല്ലോ ധ്യാനെ. അതുപോലെ വലിയ ഞാൻ ഒന്നാമത്തെ കാര്യം എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അറിയില്ലായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട ഒരു ചാനൽ തുടങ്ങിയതിന് എന്റെ പാടാണ്. എന്റെ വിചാരം എന്നാന്ന് ചോദിച്ചാൽ യൂട്യൂബുകാർ എന്നെ വിളിക്കും, സുതിമോളെ നിന്റെ വീഡിയോ കൊള്ളാൻ കേട്ടോ, നിനക്ക് കാശ് തരാമെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ധാരണയിലിരുന്നത്. അതല്ല, വേറെ ഒത്തിരി കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടെന്ന് പിന്നീടാണ് മനസ്സിലായത്. ആ സമയത്താണ് ഞാൻ കഴിഞ്ഞ സ്റ്റാൻഡപ്പിൽ പറഞ്ഞ പോലെ ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ മനുഷ്യൻ പുറകെ ഒന്ന് മുണ്ട് പറിച്ചു കൊടുത്തേച്ചും പോയി. അതൊക്കെ പറഞ്ഞ് ഞാൻ ബമ്പർ അടിച്ചിട്ടുണ്ട്. മുണ്ട് മടക്കി കുത്തിച്ചു പോയി. മടക്കിയോ? പറിച്ചു കൊടുത്തേച്ചും പോയി. ചേച്ചി ധൈര്യം ചോർന്ന് പോയാലും തടയാനുള്ളതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നോ? പിന്നെ എന്ത് പ്രശ്നം? ധൈര്യം ഇടുക്കോ? ഒന്ന് നോക്കണ്ട. ചേട്ടൻ വന്നിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, ശരി, ഓക്കെ, സന്തോഷം. താങ്ക് യു സോ മച്ച് ചേച്ചി. സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ഒരു അവാർഡും കൂടെ ഉള്ളൂ. സ്റ്റാർ ഓഫ് ദ ഇയർ ടെലിവിഷൻ ആണ്. ആൻഡ് ദ അവാർഡ് ഗോസ് ടു റെബേക്ക സന്തോഷ്.